blessing today. പൂർണ്ണമായിട്ടും നിരീശ്വരവാദി ആയിരുന്നു ഞാൻ ബികോം വരെ പഠിച്ച ആളാണ്. ദൈവം ഇല്ലെന്നുള്ള തീരുമാനത്തിലായിരുന്നു ഇതുവരെ ജീവിച്ചിരുന്നത്. ഏകാനും 10-15 വർഷത്തോളം ഞാൻ ദൈവം എന്ന് പറഞ്ഞൊരു കാര്യം ഇല്ലെന്ന് പറഞ്ഞ് ജീവിച്ച ഒരു ആളാണ്. പക്ഷെങ്കിൽ എനിക്ക് കുറേ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി. എനിക്ക് ഇത് മറന്നു കളഞ്ഞിട്ട് ദൈവം ഉണ്ടെന്നുള്ള ഒരു ഉറപ്പിൽ തന്നെ എനിക്ക് തിരിച്ചു വരാനുള്ള ഒരു പ്രാപ്തി ദൈവം തന്നെ കാണിച്ചു തന്നു. This program is sponsored by ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ ആഴ്ചയിലെ ആദ്യത്തെ എപ്പിസോഡാണ് ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തവർക്ക് വേണ്ടി ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പെരിന്തൽമണ്ണയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയും അപ്പോൾ തന്നെ കണ്ണൂരിൽ നിന്ന് ജോസഫ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയും നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവരെ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, പെരിന്തൽമണ്ണയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മൂത്ത മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ജീവിത പങ്കാളി ഒരുങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഇളയ മകനായി പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൻ്റെ രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായ വിടുതലും സൗഖ്യവും അപ്പോൾ തന്നെ ആരോഗ്യം ഉണ്ടാകട്ടെ. കർത്താവെ, അവരുടെ മകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ഭാവി അവൾക്ക് ഒരുങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവ്, ഇന്നത്തെ ആ സ്പോൺസറിൻ്റെ മേലുള്ള എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ. കർത്താവെ, ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായ വിടുതലുണ്ടാകട്ടെ. കർത്താവെ, അപ്പോൾ തന്നെ കർത്താവെ, കണ്ണൂരിൽ നിന്നുള്ള ജോസഫ് എന്ന് പറയുന്ന സഹോദരനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. മകൻ പ്രവീണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാനഡയിൽ സമയത്ത് ജോലി ഒരുങ്ങി വരട്ടെ. കർത്താവെ, അപ്പോൾ തന്നെ കർത്താവെ, അവരുടെ കോടതിയിൽ നടക്കുന്ന ആ കേസിൻ്റെ കാര്യത്തിൽ നീതി അങ്ങ് അവർക്കായി നടപ്പാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതം പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. അപ്പോൾ തന്നെ ഇന്നത്തെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. സോ ബിലേറ്റഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് സ്പോൺസർ ചെയ്ത 2 സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിംഗ് ടുഡേ പേരിൽ ഈ സമയത്ത് അറിയിക്കുന്നു. ചങ്ങനാശ്ശേരി ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. അരീക്കത്തിൽ ഓഡിറ്റോറിയം, അമൃത, KSRTC ബസ് സ്റ്റാൻഡിന് പുറകുവശം, TB റോഡ്, ചങ്ങനാശ്ശേരി. പുനലൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 27 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. എബനേസർ ഓഡിറ്റോറിയം, പൈനാപ്പിൾ ജംഗ്ഷൻ, പുനലൂർ. അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനാ ചേർന്ന് പാടാം തീരുമാനത്തോടെ. ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനാ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. Today I'm going to speak to you about benefits of the favor of the Lord. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ദൈവത്തിന്റെ പ്രസാദത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. Hallelujah. Hallelujah. And
when you listen to this message, നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ I believe the Lord will release an abundance of the favor of the Lord upon you. ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ആ പ്രത്യേകമായ സംപ്രീതി നിങ്ങളുടെ ഓരോരുത്തരുടെ മേലും നിറഞ്ഞ് കവിയുവാനായിട്ട് പോകുകയാണ്. If you are ready, shout a thunderous hallelujah to the Lord. തയ്യാറായിട്ടുള്ളവർ വലത്തെ കൈകൾ ഉയർത്തി ഒരു ഇടിമുഴക്കം പോലൊരു ഹല്ലേലൂയ. Benefit number 1. ലഭിക്കുന്ന നന്മ, ഒന്നാമത്തെ നന്മ എന്നുള്ളത് Favor brings honor in the midst of your enemies. ദൈവത്തിന്റെ പ്രീതി നിങ്ങളുടെ ശത്രുവിന്റെ മുൻപാകെ നിങ്ങൾക്ക് മാന്യത നൽകുന്നു. Hallelujah. The favor of the Lord will bring great honor even before your enemies. നിങ്ങളുടെ ശത്രുക്കളുടെ മുൻപാകെ പോലും ദൈവത്തിന്റെ പ്രീതി നിങ്ങൾക്ക് ബഹുമാനം കൊണ്ടെത്തിക്കുന്നു. Exodus chapter 11 verse number 3. അത് പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വചനം. The Lord made the Egyptians favorably disposed toward the people, and Moses himself was highly regarded in Egypt by Pharaoh's officials and by the people. യഹോവ ഈജിപ്തുകാർക്ക് ഇസ്രായേൽ ജനങ്ങളോട് കരുണ തോന്നുമാറാക്കി. മോശെ ഈജിപ്തിൽ ഫറവോന്റെ ഉദ്യോഗസ്ഥന്മാർക്കും ജനങ്ങൾക്കും സമാരാധ്യനായിരുന്നു. That means when you have the favor of the Lord, when you carry the favor of the Lord, അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ ദൈവത്തിന്റെ പ്രീതി അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രസാദം വഹിച്ചുകൊണ്ട് നടക്കുമ്പോൾ even among your enemy circles you will have a reputation and honor. നിങ്ങളുടെ ശത്രുക്കളുടെ കൂട്ടത്തിനിടയിൽ പോലും നിങ്ങൾക്ക് ബഹുമാനവും അതുപോലെ ആദരവും ലഭിക്കും. Do you understand what I'm saying? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? You may have 1,001 enemies. നിങ്ങൾക്ക് ഒരുപക്ഷേ 1001 ശത്രു ഉണ്ടായിരിക്കാം. But because you have the favor of God, you will have honor even in front of your enemies. എന്നാൽ ഈ 1001 ശത്രുക്കളുടെ മുൻപിലും ദൈവത്തിന്റെ പ്രസാദമുള്ളത് നിമിത്തം അവരുടെ മുൻപിൽ നിങ്ങൾ ബഹുമാന്യനായിരിക്കും. The Egyptians were against the people of Israel. നോക്കുക, ഈജിപ്തിലുള്ള ആളുകൾ ഇസ്രായേൽ ദൈവജനത്തോട് എതിരായിട്ട് നിൽക്കുന്നവരെന്ന് ബൈബിൾ പറയുന്നു. But the Almighty God was in favor of the people of Israel. എന്നാൽ ഇസ്രായേലിലുള്ള ജനങ്ങളോട് സർവശക്തനായ ദൈവത്തിന് പ്രസാദം തോന്നിയിരുന്നു. Because of the favor of God upon the people of God, even the enemies started honoring them. നോക്കുക, ദൈവജനത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രസാദം ഉണ്ടായത് നിമിത്തമായിട്ട് ശത്രുക്കളായിരുന്ന ജനവിഭാഗം പോലും ഇപ്പോൾ ഇവരെ ബഹുമാനിക്കുകയാണ്. The Bible is asking a question to us. If God is for us, who can be against us? ബൈബിൾ നമ്മോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? Almighty God is for us. He is not against us. If He is with us, who in the world can be against us? ഓർക്കുക, സർവശക്തനായ അത്യുന്നതനായ ദൈവം നമ്മോടുകൂടെ എന്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ 1001 ശത്രുവല്ല, ആരെന്റെ മുൻപിൽ നിന്നാലും എനിക്ക് പ്രതികൂലം ആരാണ്? Amen. ആമേൻ. Benefit number 2. ദൈവത്തിന്റെ പ്രീതി ഉണ്ടായാൽ കിട്ടുന്ന രണ്ടാമത്തെ ഗുണം, Favor brings in great victories in the midst of great adversities. ഓർക്കുക, വളരെ വലിയ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ ആ പ്രസാദ നിമിത്തമായി നമുക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നു. Hallelujah. ഹല്ലേലൂയ. In simpler terms, we can say like this: if you have the favor of God, you will see great victories in life. വളരെ ചുരുക്കമായിട്ട് പറഞ്ഞാൽ, ദൈവത്തിന്റെ പ്രസാദം നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവത്തിന്റെ വലിയ വിജയങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. Joshua chapter 11 verse number 20. യോശുവയുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനത്തിൽ, For it was the Lord himself who hardened their hearts to wage war against Israel, so that he might destroy them totally, exterminating them without mercy.
as the Lord had commanded Moses. 20ാമത്തെ വചനം, യഹോവയായിരുന്നു ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ അവരുടെ ഹൃദയം കഠിനമാക്കിയത്. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ കരുണ കൂടാതെ അവരെ നശിപ്പിച്ച് ഉന്മൂലനാശം വരുത്തുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. Here is Moses. ഇവിടെ ഇതാ മോശ. And after Moses there came Joshua as the leader. ഇപ്പോൾ മോശയ്ക്ക് ശേഷമായിട്ട് അടുത്ത നേതാവായിട്ട് യോശുവ എഴുന്നേറ്റിരിക്കുകയാണ്. Now with his small military, Joshua entered the land of Canaan. ഇപ്പോൾ തന്റെ കൂടെയുള്ള ചെറിയ പട്ടാളം ഉപയോഗിച്ചിട്ട് മോശ ഇപ്പോൾ കനാൻ നാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. You know what happened? എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? All the kings in the land, ആ രാജ്യത്തുള്ള സകല രാജാക്കന്മാരും, all the armies in the land ആ രാജ്യത്തുള്ള സകല സൈന്യവും came together അവർ ഒരുമിച്ച് കൂടി as a great army. എന്നിട്ട് അവരൊരു വലിയ സൈന്യമായി And നിന്നു. they started fighting against Joshua and his little army. എന്നിട്ട് ആ വലിയ സൈന്യം യോശുവയും തന്റെ കൊച്ചു സൈന്യത്തിനും എതിരെ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. What happened? എന്താ സംഭവിച്ചത്? In fact, everybody thought that Joshua would fail. എല്ലാവരും ചിന്തിച്ചിരുന്നു യോശുവ യുദ്ധത്തിൽ Because they were very തോറ്റുപോകും. small. കാരണം അവൾ വളരെ ചെറുതാണ്. But a lot of armies came together as a huge army, and the Bible says they were as numerous as the sand at the seashore. ബൈബിൾ പറയുന്നു ആ വന്നിരിക്കുന്ന വലിയ സൈന്യം എന്നുള്ളത് കടൽ തീരത്തെ മണൽത്തരി പോലെ ശക്തരായവരായിരുന്നു. But still, എന്നിട്ടും do you know something? നിങ്ങൾക്കറിയാമോ, God is known as the God of armies. ഓർക്കുക, ദൈവം അറിയപ്പെടുന്ന ദൈവത്തിന് ഒരു പേര് കൂടെ ദൈവം അറിയപ്പെടുന്നുണ്ട്. അവന്റെ പേരാണ് സൈന്യങ്ങളുടെ കർത്താവ്. Our God is not alone. He has thousands and thousands of armies with him. ഓർക്കുക, നമ്മുടെ ദൈവം ഒറ്റയ്ക്കല്ല, അവന്റെ കൂടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സൈന്യവുമായിട്ടാണ് അവൻ നിൽക്കുന്നത്. Joshua and his little army went out to fight against the huge army, but along with Joshua and his army, the Lord of hosts came down. All the angelic hosts came down. All of them together fought. ഓർക്കുക, ഇപ്പോൾ യോശുവയും തന്റെ കൂടെയുള്ള കൊച്ചു സൈന്യവും അവരുടെ മുൻപിൽ നിൽക്കുന്ന മഹാസൈന്യത്തിനോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി നിൽക്കുമ്പോൾ അവർ ഒറ്റയ്ക്കല്ലായിരുന്നു. അവരോടൊപ്പം യുദ്ധം നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ സൈന്യത്തെ കൂടെ അവരോട് കൂടെ അയച്ചു. Can I tell you something? ചില കാര്യങ്ങൾ കൂടെ ഞാൻ പറയട്ടെ. A minority with God is a majority. ഓർക്കുക, ദൈവത്തോടൊപ്പമുള്ള ആ ന്യൂനപക്ഷം എന്നുള്ളത് അതൊരു വലിയ ഭൂരിപക്ഷമാണ്. Hallelujah. Hallelujah. You may be small. നിങ്ങൾ ഒരു പക്ഷേ You may ചെറുതായിരിക്കാം, be a little army. നിങ്ങൾ ഒരു കൊച്ചു But സൈന്യമായിരിക്കാം. because you have the favor of God, എന്നാൽ ദൈവത്തിന്റെ പ്രസാദം നിങ്ങളുടെ മേൽ ഉള്ളത് you നിമിത്തമായിട്ട് are not alone. നിങ്ങൾ ഒറ്റയ്ക്കല്ലവേ അല്ല. You are not a minority. നിങ്ങൾ ഒരിക്കലും ഒരു ന്യൂനപക്ഷമല്ല. If God is in your team, you are a majority. ഓർക്കുക, ദൈവം നിന്റെ ടീമിനകത്തുണ്ടെങ്കിൽ നീ ഒരു ഭൂരിപക്ഷമാണ്, നീ വലിയവനാണ്. Great victory is on the way. നിനക്ക് വേണ്ടി വലിയ വിജയങ്ങൾ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. Because you have the favor of God. കാരണം ദൈവത്തിന്റെ പ്രസാദം മകനെ മകളെ നിന്റെ കൂടെയുണ്ട്. When you have the favor of God, ദൈവത്തിന്റെ പ്രസാദം നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ God says your battle is my battle. ദൈവം പറയുന്ന നിന്റെ യുദ്ധമുണ്ടല്ലോ, അത് എന്റെ യുദ്ധമാണ്. Oh, you don't need to struggle. അതുകൊണ്ട് നീ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. I will fight for you. ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാം. The battle belongs to the ഓ, Lord. യുദ്ധം യഹോവയ്ക്കുള്ളത്. The battle belongs to the Lord. യുദ്ധം കർത്താവിനുള്ളത്. The battle is not yours. യുദ്ധം നിനക്കുള്ളതല്ല, അത് കർത്താവിനുള്ളതാണ്. The battle belongs to the ഓ, Lord. കൈകൾ ഉയർത്തിയിട്ടൊന്ന് പറ, എന്റെ യുദ്ധം കർത്താവിനുള്ളതാണ്. Tell 4 persons the battle belongs to the Lord. അടുത്തിരിക്കുന്ന 3-4 പേർക്ക് കൈ കൊടുത്തൊന്ന് കുലുക്കിയിട്ട് പറ, യുദ്ധം യഹോവയ്ക്കുള്ളത്, യുദ്ധം കർത്താവിനുള്ളത്. പറഞ്ഞാലും യുദ്ധം കർത്താവിനുള്ളത്. You don't need to fight. നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. You don't need to fight. നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട The ആവശ്യമില്ല. Lord of armies will fight for you. സ്വർഗ്ഗത്തിലെ സൈന്യം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. Why? Because you are the most favored child of the Most High God. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവത്തിന്റെ പ്രസാദമുള്ള മക്കളാണ്. Psalm 23 verse number 5 says, സങ്കീർത്തനം 23-ന്റെ 5-ാമത്തെ വചനം പറയുന്നു, He prepares a table in front of your enemies. അവിടെ എഴുതിയിരിക്കുന്നു, ശത്രുക്കൾ കാണുക അവൻ നിങ്ങൾക്കായി മേശ ഒരുക്കുന്നു
നിൽക്കുന്നു. Hallelujah. Hallelujah. That means in front of your enemies you will see great victories. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങളുടെ ശത്രുക്കളുടെ മുൻപാകെ പോലും ദൈവം നിങ്ങൾക്ക് വലിയ വിജയങ്ങളാണ് നൽകുന്നത്. You don't need to fight for yourself നിങ്ങൾക്ക് alone. നിങ്ങൾക്ക് വേണ്ടി ഒറ്റയ്ക്കിരുന്ന് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലെന്നേ. All the battle belongs to the Lord. എല്ലാ യുദ്ധവും യഹോവയ്ക്കുള്ളതാകുന്നു. Hallelujah. Hallelujah. Benefit number 3. മൂന്നാമത്തെ ദൈവപ്രസാദം ലഭിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന മൂന്നാമത്തെ ഗുണം, Favor causes restoration of everything that the enemy has stolen from you. ശത്രു നിങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ മോഷ്ടിച്ചെടുത്ത സകല കാര്യങ്ങളുടെയും വീണ്ടെടുപ്പാണ്, മടക്കി നൽകലാണ് ഈ ദൈവപ്രസാദം കൊണ്ടുണ്ടാകുന്നത്. Hallelujah. Hallelujah. Favor causes restoration of everything that the enemy has stolen from your life. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ശത്രു മോഷ്ടിച്ചു കൊണ്ടുപോയ സകല കാര്യങ്ങളും ദൈവത്തിന്റെ പ്രസാദം മടക്കി കൊണ്ടുവന്നു തരികയാണ്. Exodus chapter number 3, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം verses 21 and 22. അതിന്റെ 21-22 വചനങ്ങൾ. Listen to me. ദയവായി ശ്രദ്ധിച്ചാലും. Nearly 430 years the people of Israel were slaves in the land of Egypt. ഈജിപ്റ്റ് എന്ന് പറയുന്ന ദേശത്ത് ഏതാണ്ട് 430 വർഷത്തോളം ഇസ്രായേൽ ജനം പണിയിൽ അടിമത്വത്തിലായിരുന്നു. They had to work 24/7. അവർക്ക് 24 മണിക്കൂറും അവർക്ക് ജോലി ചെയ്യേണ്ടി വന്നു. No duty time, always duty time. അവർക്ക് പ്രത്യേകമായ ജോലി സമയമില്ലായിരുന്നു, എല്ലാ സമയവും ജോലിയായിരുന്നു. No salary, അവർക്ക് ശമ്പളമില്ലായിരുന്നു, no TA, അവർക്ക് TA ഇല്ല, no HRA, ഇല്ല, no provident fund, ഇല്ല, no gratuity ഇല്ല, no Onam allowance, അലവൻസ് ഇല്ല, nothing. ഒന്നുമില്ലായിരുന്നു. Work. ജോലി മാത്രം. But God is keeping an account book. എന്നാൽ ദൈവം അവർക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഒരു അക്കൗണ്ട് ബുക്ക് സൂക്ഷിച്ചിരുന്നു. Hey, I am speaking about all the workers, all the staff and all the employees. ഞാനിപ്പോൾ എല്ലാ ജോലിക്കാരോടും അതുപോലെ തന്നെ വിവിധ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളോടാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. Not only in your office, in your company, but God is keeping an account book for himself. ഓർക്കുക, നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മാത്രമല്ല, ദൈവം തമ്പുരാന്റെ കയ്യിലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ട് ബുക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരി ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. അരീക്കത്തിൽ ഓഡിറ്റോറിയം, അമൃത, KSRTC ബസ് സ്റ്റാൻഡിന് പുറകുവശം, TB റോഡ്, ചങ്ങനാശ്ശേരി. പുനലൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 27 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. എബനേസർ ഓഡിറ്റോറിയം, പൈനാപ്പിൾ ജംഗ്ഷൻ, പുനലൂർ. രണ്ട് സാക്ഷ്യങ്ങളുണ്ട് ആൻറ്റിക്ക്. ഒന്ന് ആൻറ്റിയുടെ ഭർത്താവിൻ്റെതാണ്, രണ്ട് ആൻറ്റിയുടെ മകളുടെ സാക്ഷ്യമാണ്. ഈ ആൻറ്റി ഏകദേശം ഒരു 2.5-3 വർഷത്തോളമായിട്ട് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നടന്ന 2-3 മീറ്റിങ്ങുകൾക്കും ആൻറ്റി പങ്കെടുത്തിട്ടുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ആൻറ്റിയുടെ ഹസ്ബൻഡിൻ്റെ നട്ടലിൽ ഇങ്ങനെ കയറി ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് അവർ കാലുവേദനയൊക്കെ ആയിട്ട് ഡോക്ടേഴ്സിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു മേജറായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ചെയ്യണം, ഒത്തിരി രൂപ വരും. എന്നാൽ ഇവർ ഒത്തിരി പണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റിന് പോയില്ല. ഈ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് കുറച്ച് 5-6 മാസങ്ങൾക്ക് മുൻപ് തൻ്റെ കാലിൽ ഒരു ചെറിയൊരു മുഴ വന്നു. ആ മുഴ അനുദിനം വളർന്ന് 4-5 മാസമായപ്പോൾ സഹോദരി പറഞ്ഞത് ഒരു ചെറിയൊരു ഓറഞ്ചിൻ്റെ വലുപ്പത്തിൽ അത്രയും വലിയൊരു മുഴയായിട്ടത് വളർന്നു വന്നു. എന്നാൽ 15 ദിവസം മുമ്പ് ഇവർ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രദർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, കാലിന് വേദനയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഈ സഹോദരൻ അത് കഴിഞ്ഞിട്ട് തൻ ജോലിക്ക് വേണ്ടി കടന്നുപോയി.
വൈകുന്നേരം ആയപ്പോഴത്തേക്കും താൻ വിളിച്ചു പറയുക, പ്രാർത്ഥിച്ചതിന് ഒരു കാര്യം കണ്ടു, എൻ്റെ കാലിലെ മുഴ പൂർണ്ണമായി മാറിപ്പോയി. ഈ ഓറഞ്ച് വലുപ്പത്തിലുണ്ടായിരുന്ന മുഴ പൂർണ്ണമായി മാറിപ്പോയി എന്ന് ഭർത്താവ് വിളിച്ചു പറഞ്ഞു. ഓക്കെ, വലിയൊരു അത്ഭുതമാണ് ഒന്നാമത്തെ തൻ്റെ ജീവിതത്തിൽ നടന്നത്. ഇത് നമ്മൾ എത്ര നാളുണ്ടായിരുന്നു ഈ മുഴ അവിടെ? 2-3 മാസമായിട്ടുണ്ടായിരുന്നു. 3 മാസം ഓറഞ്ച് പോലെ വലുപ്പത്തിലൊരു മുഴ ഉണ്ടായിരുന്നു. വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ചെറിയ ഉണ്ടായിരുന്നു, ഒരു കടുവിന്റെ വലുപ്പമുള്ള, അത് പിന്നെ വളർന്നു വലുതായിരിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥിച്ച ദിവസം ജോലിക്ക് പോയി, അന്ന് തന്നെ അവിടെ വെച്ച് വിളിച്ചു പറയുകയാണ് ആ സാധനം പോയിന്ന് പറഞ്ഞ. ഒരു കയ്യടി കൂടെ കർത്താവിൻ്റെ അത്ഭുതത്തിനായി. രണ്ടാമത്തെ സാക്ഷ്യം, ഇവരുടെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 3 വർഷത്തിലധികമായി. 3 വർഷമായിട്ട് കുട്ടികളില്ല. അപ്പോൾ 1.5-2 വർഷമായപ്പോഴാണ് ഇവരിങ്ങനെ കുട്ടികളുണ്ടാകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞത്. അവർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി ചെക്ക് ചെയ്ത സമയത്ത് തൻ്റെ മകളുടെ യൂട്രസിൽ ചില തകരാറുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കുട്ടികളുണ്ടാകാതിരുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതിനെ തുടർന്ന് അവർ കുറേ അധികം മാസങ്ങൾ അവർ മരുന്നുകൾ കഴിക്കാൻ തുടങ്ങി. പല ആശുപത്രികളിൽ പോയി ചെക്ക് ചെയ്തു, പല ട്രീറ്റ്മെൻറ്റുകൾ അവരെടുത്തു. എന്നാൽ ആ 3 വർഷത്തിനിടയ്ക്ക് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്ന യാതൊരു രീതിയിലുമുള്ള കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചില്ല. എന്നാൽ അവർ പറഞ്ഞത്, കഴിഞ്ഞ കട്ടപ്പനയിൽ ഇവിടെ ഇതേ ഹോളിൽ നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഈ സഹോദരി വന്നപ്പോൾ ഇവരൊരു പ്രെയർ ഡയറി വാങ്ങിക്കൊണ്ടുപോയി. പ്രെയർ ഡയറി വാങ്ങിക്കൊണ്ടുപോയി അതിന് 70ാമത്തെ പേജിൽ കുഞ്ഞുങ്ങളുണ്ടാകാനുള്ളൊരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ആ സമയത്ത് മകള് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുസ്തകം കിട്ടി, ആ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മകള് പറഞ്ഞു, അമ്മ എനിക്ക് വിശ്വാസമായി, ദൈവം എനിക്ക് മക്കളെ തരും, അതുകൊണ്ട് ഞാൻ ഇനി മരുന്ന് കഴിക്കുന്നില്ല. ആ മകള് മരുന്ന് കഴിക്കൽ മുഴുവനായി നിർത്തി. ദൈവം ചെയ്ത അത്ഭുതം, കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുൻപ് ആ മകൾ ഗർഭവതിയായി. ഇന്ന് 3 മാസം ആ മകൾ പ്രഗ്നൻ്റ് ആണ്. ആ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിതിൻ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ കർത്താവ് അവർക്കൊരു കുഞ്ഞിനെ ഉദരത്തിൽ കൊടുക്കുവാനായിട്ടിടയായി. കർത്താവ് വലിയൊരു അത്ഭുതമാണ് ആ മകളുടെ ജീവിതത്തിൽ നടന്നത്. ആ മകൾ പറഞ്ഞത് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല, പക്ഷേ പുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോൾ വിശ്വാസമായി. ട്രീറ്റ്മെൻറ്റും മരുന്നും എല്ലാം നിർത്തി. പക്ഷേ കർത്താവ് അത്ഭുതകരമായിട്ട് അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തു. കർത്താവേ, ഈ വീട്ടിൽ നടന്ന 2 അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു. പിതാവിൻ്റെ കാലിലെ മുഴ അത്ഭുതകരമായി ജോലി സ്ഥലത്ത് വെച്ച് ജോലിക്കിടയിൽ കർത്താവ് മാറ്റിക്കൊടുത്തു. അതുപോലെ കർത്താവ് കുഞ്ഞുങ്ങളില്ലായിരുന്ന ആ മകൾക്ക് കർത്താവ് അത്ഭുതം ചെയ്തു. അങ്ങനെയെങ്കിൽ ഞങ്ങൾ കരങ്ങളെ ഉയർത്തി ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു, കർത്താവെ, ഈ ഇരിക്കുന്നവർ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലും മഹാത്ഭുതങ്ങൾ നടക്കട്ടെ. ഏതാവശ്യമാണെങ്കിലും അത് സംഭവിക്കട്ടെ. താങ്ക് യു ഫാദർ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇനി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ എപ്പിസോഡ് കർത്താവ് വീക്ഷിച്ച ഓരോ വ്യക്തികളെയും അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സഹായവും അനുഗ്രഹവും അവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഫേവർ, ദൈവിക പ്രസാദം അവരുടെ മേൽ വന്ന് ചേരട്ടെ കർത്താവേ. രോഗികളായിട്ടുള്ള ഓരോ വ്യക്തികൾക്കായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് രോഗികളായിട്ടുള്ളവർ സ്ക്രീനിനടുക്കിലേക്ക് നിങ്ങളുടെ കൈകൾ നീട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ എല്ലാ രോഗികളും സൗഖ്യമാകട്ടെ കർത്താവേ. വലിയ മാറ്റങ്ങൾ ശരീരത്തിലുണ്ടാകട്ടെ. ആന്തരികമായിട്ടുള്ള രക്തസ്രവം യേശുവിൻ്റെ നാമത്തിൽ, ഇൻറ്റേർണൽ ബ്ലീഡിങ് ഈ സമയത്ത് സൗഖ്യമാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തി സൗഖ്യമാകട്ടെ. വൃക്കയ്ക്കകത്തുള്ള കല്ലുകൾ ഈ സമയം അത് സൗഖ്യമാകട്ടെ കർത്താവേ. അത്ഭുതകരമായ മാറ്റം ഇപ്പോൾ തന്നെ ഇവരുടെ മേൽ വന്ന് ചേരട്ടെ കർത്താവേ. ആസ്മയുടെ പ്രശ്നങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകുകയാണ്. കണ്ണിൽ നിന്ന് എപ്പോഴും വെള്ളവും അതുപോലെ കണ്ണിൻ്റെ കോണിലായിട്ട് എപ്പോഴും പഴുപ്പ് വന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ കർത്താവ് ആ വ്യക്തിയെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തി സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. തലയ്ക്കകത്ത് പെരുപ്പുള്ള ചില വ്യക്തികളെ ഇപ്പോൾ കാണുകയാണ്. ഈ സമയം ഇപ്പോൾ തന്നെ ആ വ്യക്തികൾ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം ആ ഭവനങ്ങളിലേക്ക്, അവരായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ വന്നു ചേരുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ തന്നെ വിദ്യ എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുകയാണ്. നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള ചില പ്രശ്നങ്ങൾ, ചില രോഗസംബന്ധമായ പ്രശ്നങ്ങൾ നിമിത്തം നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രം, യേശുവിനെ
തന്നെ വിളിച്ചപേക്ഷിക്കുക. അത്ഭുതകരമായ വിടുതൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് കർത്താവ് നൽകി തരികയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, ഇന്ന് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവികമായൊരു സാന്നിധ്യത്തെ ഞാൻ തിരിച്ചറിയുകയാണ്. ആരാണെങ്കിലും എത്ര വലിയ രോഗമാണെങ്കിലും ഇപ്പോൾ വിശ്വസിക്കുക, അത്ഭുതകരമായ മാറ്റത്തെ പ്രതീക്ഷിക്കുക. യേശുവിൻ്റെ കൈകൾ ഇന്നും പ്രവർത്തിക്കുന്നു, അവന് ശക്തിയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ചില കേസുകൾ മാറിപ്പോകട്ടെ കർത്താവെ. അനാവശ്യമായി വന്നു ചേർന്നിട്ടുള്ള കേസുകൾ, അത് നിമിത്തമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകാനോ ചില പ്രത്യേകമായ ഡോക്യുമെൻസുകൾ നടത്താനോ സാധിക്കാത്ത വിധത്തിൽ വല്ലാതെ വിഷമിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു കുടുംബത്തെ കാണുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അവിടെ ഒരു വിടുതൽ നടക്കട്ടെ കർത്താവെ. ഓർമ്മശക്തി നശിച്ചു പോയ ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. നിങ്ങളുടെ ഓർമ്മയുടെ മേഖലയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൊടുത്ത വിടുതലിനായി നന്ദി, സൗഖ്യത്തിനായി നന്ദി. എല്ലാ രോഗികളും ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ എന്നുള്ളത് വെള്ളിയാഴ്ച ചങ്ങനാശ്ശേരിയിലാണ്. അപ്പോൾ തന്നെ ശനിയാഴ്ച പുനലൂർ വെച്ചിട്ടാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ തന്നെ ഒരു പ്രത്യേകമായ ഒരു അറിയിപ്പ് എനിക്കുണ്ട്. ഒക്ടോബർ 10-ാം തീയതി ബ്രദർ ഡാമിയൻ എല്ലാ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഒക്ടോബർ 10-ാം തീയതിയിലുള്ള എപ്പിസോഡ് കാണാനായിട്ട് മറക്കരുത്. അത്തരമുള്ള എല്ലാ രോഗികളെയും അന്നത്തെ എപ്പിസോഡ് കാണിക്കുകയും ആ പ്രാർത്ഥനയിൽ പങ്കാളികളായി തീരുകയും ചെയ്യുക. അതിനോടകം തന്നെ നിങ്ങൾക്ക് ക്യാൻസർ രോഗമുണ്ടെങ്കിൽ നിങ്ങളുടെ ആ രോഗത്തിൻ്റെ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രെയർ ലൈനിൽ വിളിച്ചു പറയാൻ സാധിക്കും. നമ്മുടെ ഇമെയിൽ ID യിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ എഴുതി അറിയിക്കാം, അല്ലെങ്കിൽ കത്തുകൾ മുഖേന നിങ്ങൾക്ക് അറിയിക്കാൻ സാധിക്കും. ഉറച്ചു വിശ്വസിക്കുക, കർത്താവ് ക്യാൻസറിനേക്കാൾ വലിയവനാണ്. അവന് നിങ്ങളെ സൗഖ്യമാക്കാൻ സാധിക്കും. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈബിൾ ന്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: തുയതൈര സഭയിലുണ്ടായിരുന്ന ദുർനടപ്പുകാരിയായ ഒരു പ്രവാചകി. നെയിം ദ പ്രോഫറ്റസ് whom the Thyatira church tolerated. Options: A. Novadia, B. Miriam, C. Isabel, D. Cosby. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് OM ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്.